ഇതെന്നെ പറ്റിയുള്ള ന്യൂസ് അല്ലേ? മാഡം, ശ്യാമ മാഡം എന്നെ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഇവരെഴുതിയിരിക്കുന്ന എന്താന്ന് കണ്ടില്ലേ? കണ്ട പരസ്പരം മാറിപ്പോന്നൊക്കെ. നിങ്ങൾ തമ്മിൽ സാദൃശ്യം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ സാദൃശ്യം എന്ന് പറയാൻ പറ്റില്ല. ശ്യാമ തന്നെയാണ് രാധികയും. അതാണോ ശ്യാമ മാഡം എന്നെ ഇങ്ങനെ സഹായിക്കുന്നത്? അല്ലെങ്കിൽ എന്നെ പോലൊരു പെണ്ണിനെ പാടാൻ ആരെ ശുപാർശ ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം. ഇതിന്റെ ഒക്കെ പുറകിൽ എന്താ? ചിലപ്പോ രാധികമോൾ അന്വേഷിച്ചെടുക്കുന്ന അമ്മ ശ്യാമ തന്നെ ആയിരിക്കോ? എനിക്കെങ്ങനെ തോന്നുന്നു. എന്താ മോളെ? വേണ്ട, ഞാൻ ആരാധിക്കുന്ന ശ്യാമ മാഡത്തിനെ പോലെ ഒരാളാവരുത് എന്റെ അമ്മ. എന്റെ പെറ്റമ്മ എന്റെ മുന്നിൽ കണ്ട ഒരു കാരണമില്ലാതെ എന്നെ വലിച്ചെറിഞ്ഞതിനെ പറ്റി ഞാൻ ചോദിക്കും. ഞാൻ ചിലപ്പോ ചീത്ത പറയും. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണില്ല എന്ന് ഞാൻ കടുപ്പിച്ചു പറയും. അങ്ങനെ എനിക്ക് ശ്യാമ മാഡത്തിന്റെ മുഖത്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? വേണ്ട, ഒരിക്കലും അങ്ങനെ ആവാതിരിക്കട്ടെ. അങ്ങനെയല്ല, എന്നാലും ആവാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ അടുത്തേ, എന്റെ ഈ വേഷത്തിന് ഒരു മാറ്റവും വരില്ല. നേരെ നിന്ന് എനിക്കൊരിക്കലും അവളെ സ്നേഹിക്കാൻ പറ്റില്ല. അതെനിക്ക് ഉറപ്പായി. ശ്യാമ ക്ഷമിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഒരു പെണ്ണ് സ്വന്തം അമ്മയെ സ്നേഹിക്കാതിരിക്കോ? ഇപ്പൊ നമുക്ക് സമയമായില്ലെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അമ്മയും മകളും ആണെന്നുള്ള സത്യമാണ്. നാളെ രാധികയും ലോകം അംഗീകരിക്കുന്ന സത്യം.